ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ തൃശ്ശൂരിലേക്ക് പോവാം. ഓൾ നാത്തൂൻസും എൻ്റെ സിസ്റ്ററും എല്ലാവരും കൂടെ. അതിൻ്റെ കൂടെ രണ്ട് പിള്ളേരുണ്ട്. കുഞ്ഞൂട്ടനും അമ്മും വരുന്നുണ്ട് കൂടെ. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഇനി നമ്മുടെ പിള്ളേർ ഈ വ്ളോഗ് കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വിപ്ലവമായിരിക്കും. അവൻ ഓൾറെഡി കയറിയിരുന്നു. ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗൈസ്. നമ്മളെവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ? എവിടെ നമ്മൾ പോകുന്നത്? ശോഭ സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് ഹോൾസെയിലായിട്ട് സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. ഈ ഒരു ലൊക്കാലിറ്റിയിലാണ്, ഹൈ റോഡ് ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങാനുണ്ടെങ്കിൽ ഇരിക്കാം. ഞങ്ങൾ വരാറുണ്ട് എല്ലാം ഇടയ്ക്ക്. ഇതാണ് രാഗം തിയേറ്റേഴ്സ്. പറ്റിയ സിനിമ കാണുവാൻ മരുതൂര് നല്ല വെറൈറ്റി മീനുകളൊക്കെ കിട്ടും. സംതിങ് ഫിഷി. തിരക്കുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. അല്ല, തിരക്കുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലോട്ട് ഓഫ് ട്രാഫിക് എല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശോഭ സിറ്റി ഇങ്ങനെ പറയാറേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒന്ന് റെസിഡൻഷ്യൽ ഏരിയ കൂടെ ഉണ്ടോ? ഓക്കെ ഓക്കെ, ശോഭ സിറ്റി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ പോകും. ഇങ്ങനെ വരുന്നുണ്ട്. സോ ഇത് ശോഭ സിറ്റി എന്ന് പറയുമ്പോൾ ലോട്ട്സ് ഒരുപാട്, അതുകൊണ്ടാണ് ശോഭ സിറ്റിയുടെ പേര് വന്നതെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഈ ശോഭ സിറ്റിയിലാണ് മോള്. ശോഭ സിറ്റി എന്നായിരിക്കും പറയണം. നമ്മളെത്തി ഗൈസ്, ഫൈനലി മോൾ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ പാർക്കിംഗ് ആണ്, ഇവർ തന്നെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി മോളിലേക്ക് പോകാം. കുഞ്ഞാ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത് ഗൈസ്. ബസ് എല്ലാം നോക്കിക്കോളൂ. ഓക്കെ, പറയുന്നത് അതിൻ്റെ ബാക്കിൽ സൂഡിയോ ആണ്. നോക്കണേ അപ്പോൾ സൂഡിയോ കാണാനില്ലേ? ഇവിടെ വന്ന് ഇരിക്കുക. ഇരുന്നോ, ഞങ്ങൾ പോകുമ്പോൾ വിളിക്കാം. അതിൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തയാ, മാർക്സ് ആൻഡ് സ്പെൻസർ. ആൻറ്റിയുടെ അടുത്ത് നിന്നിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. കഴിക്കണ്ട, നമുക്ക് നിന്ന് ഫോട്ടോ എടുത്താൽ മതി. ഇതിനായിട്ട് വേണ്ടത് മോള് വരുമ്പോൾ നമ്മൾ ഫുഡാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം.
അപ്പോൾ ഇവിടെ എല്ലാം എന്താ ഇങ്ങനത്തെ ഇതാണ്, എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി കുറച്ച് അങ്ങോട്ട് മാറി ഫുഡ് കോർട്ടാണെന്ന് പറയുന്നത്. ലെറ്റ്സ് സീ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഹിയർ. ആൻഡ് ഇവിടെ വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഇവർ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കും, വരൂ ഇവിടെ വരൂ അവിടെ വരൂ. നമ്മളവിടെ ഒന്നും വിളിക്കാറില്ല, ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇരിക്കാം, നീ അവിടെ ഇരുന്നോ. അല്ല വേണ്ട, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഓട്ടുപുര ബിരിയാണി. നമ്മൾ സമോസ ചാറ്റ് സാൻഡ്വിച്ച്, ഫ്രൈഡ് മോമോസ് ആണ് വെച്ചിരിക്കുന്നത്, വെജ്. ഇത്രയും പേരും ഉണ്ട്, ഇത്രയേ ഉള്ളൂ. എടുത്തോ എല്ലാവരും ഓരോരോ പീസ്. പിന്നെ ഒരെണ്ണം ഉണ്ടോ, അതിന് കടിപിടി കൂടരുത്. ഞാൻ ആദ്യമായിട്ട് മോളിനകത്ത് ഇങ്ങനെ മാറി മാറി വിളിക്കുന്നു. നമ്മൾ സാധാരണ ചിക്പേട്ടിലോ അങ്ങനെയുള്ള കടയിൽ ഇങ്ങനെ വിളിക്കുന്നത്, ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വരൂ 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 എന്ന് പറഞ്ഞു. വിഷയം തന്നെ ഇരിക്കുന്ന 2 റൈസ് കോംബോ ആണ്. ഇതെന്താണ്, ചിക്കൻ, ഇതും ചിക്കനാണ്, മുട്ടയുണ്ട്, റൈസും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ്. ഇത് വന്നിട്ട് ചിക്കൻ ബ്ലാക്കറാണ്. ഓക്കെ, എന്തൊക്കെയാണ് കഴിച്ചത് എല്ലാവരും കഴിക്കുന്നത്. ഓർഡർ ഫലൂഡ, ഐസ്ക്രീം. അങ്ങനെയും കൊണ്ട് നമ്മൾ ഈ ഇവിടെ ഒന്ന് കയറാം. ബിക്കോസ് ഇവന് ഭയങ്കര കണ്ടിട്ട് പുറത്തേക്ക് പോവാണ്. ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ കറങ്ങിനാണ്. കൂടുതലും ഞങ്ങൾ ഫുഡ് കോർട്ടിലാണ് സ്പെൻഡ് ചെയ്തത്. നൗ ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക്. ഞങ്ങളിത് കുത്തിയല്ലോ. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് എവിടെയൊക്കെ കയറുന്നതെന്ന് അറിയില്ല. ആ കുഞ്ഞനൊരു പൊട്ടാറ്റോ ചിപ്സ് എടുത്ത് നമ്മൾ അടുത്തത് സൂഡിയോയിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ സൂഡിയോ ആണോ അതോ അമ്മ നമ്മൾ സൂഡിയോയിലല്ലേ കയറിയത്? സൂഡിയോയിലാണ് കയറിയിരിക്കുന്നത്. കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് സ്ഥലം മാറിയല്ലോ. അപ്പോൾ നമ്മൾ അമ്മുവിന് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മു നീ സെലക്ട് ചെയ്താൽ യെല്ലോ ഡ്രസ്സാണ് ഇവിടെ. വെറുതെ ഒന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ച് വന്നിട്ട് സൂഡിയോയിലൊക്കെ വെറുതെ കറങ്ങിയ അവസാനം അവിടെ നിന്ന് ഞാനൊരു ഡ്രസ്സൊക്കെ തിരിച്ചു പോവാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിങ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ബ്ലോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്. 5 രൂപ